വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ചുള്ള KICBയുടെ എക്സിബിഷൻ സ്റ്റാളിലാണ് നമ്മൾ നിൽക്കുന്നത്. പതിവ് പോലെ തന്നെ KICB തവണയും ഊർജ്ജ സംരക്ഷണത്തിനും വൈദ്യുതി സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു എക്സിബിഷനാണ്. ഇവിടുത്തെ എക്സിബിഷനിൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സേഫ്റ്റി ആൻഡ് എനർജി കൺസർവേഷൻ ഈ 3 ഐറ്റം വെച്ചിട്ടുണ്ട്. ആദ്യത്തെ രീതി തന്നെ ജലവൈദ്യുത നിലയത്തിൻ്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇടുക്കി പോലെയുള്ള പദ്ധതികളിൽ ഉയർന്ന സ്ഥലങ്ങളിൽ ഡാം നിർമ്മിച്ച് അവിടെ വെള്ളം കളക്ട് ചെയ്തതിന് ശേഷം ഇടുക്കിയിലാണെങ്കിൽ 3 പ്രധാനപ്പെട്ട ഡാമുണ്ട്: ഇടുക്കി, ചെറുതോണി, കുളമാവ്. ആ ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം താഴെ പവർ ഹൗസിൽ എത്തിച്ച് പവർ ഹൗസിൽ ജലചക്രത്തിൽ ടർബൈനിൽ വെള്ളം അടുപ്പിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ വർക്ക് ചെയ്യുകയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന മോഡലിൽ 3 മെഷീൻ കാണാം. ആ വരുന്ന സൈഡിൽ തന്നെ 3 പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ മോഡൽ കാണാം. ഒരു സർജ് ടാങ്ക് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഇൻടേക്ക് വാൽവ് ഡാമിലുണ്ട്. അതിൽ കൂടി വെള്ളം പാസ് ചെയ്യുന്നു. ഇടയ്ക്ക് ബട്ടർഫ്ലൈ വാൽവും സ്പെറിക്കൽ വാൽവും ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് മെഷീൻ സ്റ്റോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം നിർത്തേണ്ട സ്ഥിതിയോ ഒക്കെ വന്നാൽ പെൻസ്റ്റോക്ക് പൈപ്പ് ഡാമേജ് ആകാതിരിക്കുന്നതിന് വേണ്ടി സർജ് ടാങ്കിൽ കൂടി വെള്ളം ആ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ പെൻസ്റ്റോക്ക് പൈപ്പിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ 3 പ്രധാന കണ്ടീഷൻസാണ് വേണ്ടത്. 1 കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടർ, 2 മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ കാന്തിക വലയം, 3 ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള മോഷൻ, മൂവ്മെൻറ്റിനുള്ള ഭാഗം. ഇവിടെ ജലചക്രത്തിൽ വെള്ളം അടുപ്പിക്കുമ്പോൾ ഇതൊരു മോഷൻ, ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നു എന്ന് മാത്രമാണ്. അങ്ങനെ ഇവിടെ റൊട്ടേറ്റിംഗ് ഫീൽഡാണ് ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ്, അതായത് റോട്ടർ സ്റ്റേറ്ററിൻ്റെ ഉള്ളിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയും അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാന്തിക വലയത്തിൽ കൂടി കണ്ടക്ടറിൻ്റെ ചുറ്റും കിടന്ന് കാന്തിക വലയം തിരിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന EMF വോൾട്ടേജ് കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വോൾട്ടേജ് കേരളത്തിലെ ജനറേറ്റിംഗ് സ്റ്റേഷനിലെല്ലാം തന്നെ 11 kV ജനറേഷനാണ്. അത് ലോഡ് സെൻറ്ററിലല്ല, കേരളത്തിലെ ജനറേറ്റിംഗ് സ്റ്റേഷൻ എല്ലാം തന്നെ ജലവൈദ്യുത നിലയം എല്ലാം തന്നെ വനപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥലത്തു നിന്ന് വളരെ അകലെയാണ്. അപ്പം ജനറേറ്റ് ചെയ്യുന്ന 11 kV വൈദ്യുതി ഉപയോഗിക്കുന്ന ലോഡ് സെൻറ്ററിലേക്ക് എത്തിക്കുമ്പോൾ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരുന്നു. അങ്ങനെ പോകുമ്പോൾ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് മൂലം, പ്രതിരോധം മൂലം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും. സാധാരണഗതി ലോസ് എന്ന് പറയുന്നത് I²R ആണ്. കറണ്ടിൻ്റെ സ്ക്വയർ അനുസരിച്ച് ലോസ് കൂടും. യഥാർത്ഥത്തിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാകുന്ന പവർ ലോഡ് സെൻറ്ററിൽ എത്തിക്കണം. പവറിൻ്റെ ഫോർമുല വോൾട്ടേജ് ഗുണം കറണ്ടാണ്. ഇവിടെ വോൾട്ടേജ് സ്റ്റെപ്പപ്പ് ചെയ്ത് അതുമൂലം കറണ്ടിൻ്റെ റെസ്ട്രിക്ഷനിലൂടെ കറണ്ട് കൂടാതെ നോക്കി ലോസ് കുറച്ചുകൊണ്ട് സ്റ്റെപ്പപ്പ് ചെയ്ത് വോൾട്ടേജ് ലോഡ് സെൻറ്ററിൽ എത്തിക്കുന്നു. ഇവിടുത്തെ ട്രാൻസ്ഫോമർ 11 kVയിൽ നിന്ന് ഷോളയാറിലൊക്കെയാണ് 110 kV ആക്കും. ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ 220 kV ആക്കി മാറ്റുന്നു. ഇങ്ങനെ 220 kV ആക്കുന്ന പ്രോസസ്സ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ തന്നെ ചെയ്യുകയാണ്. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ 11 kV 220 kV ആക്കി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ 11 kVനെ 110 kV ആക്കുന്ന ഒരു മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ഇത്തരം ഇൻസുലേറ്റർ കണ്ടാൽ തന്നെ അറിയാം, എക്സ്ട്രാ ഹൈ ടെൻഷൻ എന്ന് പറയാം, EHT പോർഷൻ എന്ന് പറയാം. പ്രൈമറി സൈഡിൽ 11 kVയും സെക്കൻഡറി സൈഡിൽ 220 kV ഉണ്ട്. ആ 220 kV ലൈന് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് പോകുമ്പോൾ തന്നെ ലൈറ്റനിങ് അറസ്റ്റർ, സർക്യൂട്ട് ബ്രേക്കർ, CT യൂണിറ്റുകൾ, ഐസൊലേറ്ററുകൾ മുതലായ എക്യുപ്മെൻറ്റുകൾ, പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളെല്ലാം വെച്ചിട്ട് ടവർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് ജനറേഷൻ പോർഷനിൽ നടക്കുന്നത്. ഇങ്ങനെ വരുന്ന 110 kV ലൈൻ അല്ലെങ്കിൽ 220 kV ലൈൻ ടവർ ലൈൻ വഴി കടത്തിവിട്ട് വിദൂര ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ലോഡ് സെൻറ്ററിലേക്ക് എത്തുന്ന ഒരു മോഡൽ ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചിത്രത്തിൽ സോളാർ എനർജിയുടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ച്, കേരള വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സോളാർ പ്രൊഡക്ഷൻ അങ്ങനെ ഇല്ല. അതിൻ്റെ പ്രധാന കാരണം സോളാർ എനർജി സാധാരണഗതിയിൽ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശമുള്ള സമയങ്ങളിലേ കിട്ടുള്ളൂ. കൂടാതെ വലിയൊരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ വലിയൊരു ഏരിയ ആവശ്യമുണ്ട്.
നമുക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള വൈകുന്നേരങ്ങളിൽ രാത്രിയിൽ സോളാർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല. ഈ ഫ്ലക്സിലെ പടം ശരിക്കും ഗുജറാത്തിലുള്ള പടമാണ് എടുത്തിരിക്കുന്നത്. ഗുജറാത്തിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് അവിടെ ഏക്കർ കണക്കിനോളം പാനലുകൾ വെക്കാൻ പറ്റും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. എന്നിരുന്നാലും ആകാവുന്ന സ്ഥലങ്ങളിലെല്ലാം സോളാർ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അപ്പം ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മളുടെ വോൾട്ടേജ്, നമ്മുടെ പവർ ലോഡ് സെൻറ്ററിലെത്തി. ലോഡ് സെൻറ്ററിൽ ഉദാഹരണത്തിന് വടക്കാഞ്ചേരിയോ വിയൂരോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ സബ്സ്റ്റേഷനുകളുണ്ടാവും. എക്സ്ട്രാ ഹൈ ടെൻഷൻ വോൾട്ടേജ് ആക്കുന്ന ആ പ്രോസസ്സാണ് സബ്സ്റ്റേഷനിൽ നടക്കുന്നത്. ഇവിടെ 110 kV ലൈൻ വരുന്ന പോർഷനിൽ തന്നെ ലൈറ്റിംഗ് അറസ്റ്ററും സർക്യൂട്ട് ബ്രേക്കറും ഐസൊലേറ്ററും CT യൂണിറ്റും എല്ലാം ഈ മോഡലിൽ കാണിച്ചിട്ടുണ്ട്. ശരിക്കൊരു 110 kV സബ്സ്റ്റേഷൻ്റെ എല്ലാ രൂപങ്ങളും ഇവിടെയുണ്ട്. ഡബിൾ സർക്യൂട്ട് ലൈനാണ് വരുന്നത്. അപ്പോൾ ഡബിൾ സർക്യൂട്ട് ലൈൻ വന്നിട്ട് ഇപ്പം ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഐസൊലേറ്റ് ചെയ്ത് അവിടെ ബ്രേക്കർ ഓപ്പൺ ചെയ്ത് ഐസൊലേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഭാഗത്തേക്ക് ഈ ലൈനിൽ ഈ സർക്യൂട്ടിലെ തന്നെ സപ്ലൈ കയറ്റി വിട്ട് ഇൻറ്ററപ്ഷൻ ഒഴിവാക്കാനുള്ള ബസ് കപ്ലിംഗ് സിസ്റ്റം വരെ ഈ മോഡലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും വലിയ 2 ട്രാൻസ്ഫോർമർ വെച്ചുള്ളൊരു സബ്സ്റ്റേഷൻ്റെ ഒരു 110 kV സബ്സ്റ്റേഷൻ മോഡലാണ് കെട്ടിയിരിക്കുന്നത്. ഈ സബ്സ്റ്റേഷനിലും ഈ ട്രാൻസ്ഫോമറിൻ്റെ ലൈൻ വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഐസൊലേറ്റർ, CT, സർക്യൂട്ട് ബ്രേക്കർ, ലൈറ്റനിങ് അറസ്റ്റർ, അത് കഴിഞ്ഞ് എക്സ്ട്രാ ഹൈ ടെൻഷനിൽ നിന്ന് വീണ്ടും അതിനെ 11 kV ആക്കി മാറ്റും. ഹൈ ടെൻഷൻ വോൾട്ടേജായിട്ട് മാറും. ഇവിടെ ഡെൽറ്റ സ്റ്റാർ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ പോയിൻ്റ് സെക്കൻഡറി സൈഡിൽ കാണാൻ കഴിയും. ഇങ്ങനെ വരുന്നത് നേരെ സബ്സ്റ്റേഷനിൽ സർക്യൂട്ട് ബ്രേക്കറിൽ കൂടി കടത്തി വിട്ടിട്ടാണ് 11 kV ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ ഈ പോർഷൻ വരെ ട്രാൻസ്മിഷൻ സൈഡായിട്ട് തന്നെയാണ് കണക്കിലെടുക്കുന്നത്. ഫസ്റ്റ് പോർഷൻ ജനറേഷൻ, 2 ട്രാൻസ്മിഷൻ, 3 ഡിസ്ട്രിബ്യൂഷൻ. ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രത്യേകത, അത് ഉപയോഗിക്കുന്ന സമയം തന്നെ അത്രയും വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒറ്റ മേഖലയായിട്ട് നിർത്തണതിൻ്റെ പ്രാധാന്യം ഇതാണ്. അത് സെപ്പറേറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഈ കോർഡിനേഷൻ അത്ര എളുപ്പമാവില്ല. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് 3 കമ്പനിയാക്കണമെന്നും ഡിസ്ട്രിബ്യൂട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നൊക്കെ വരുന്നുണ്ട്. അത് പ്രായോഗിക തലത്തിൽ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവും. ഏതായാലും അതൊന്നും വിജയിച്ചില്ല എന്നുള്ളത് ഡൽഹിയുടെ ഇലക്ഷൻ റിസൾട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇലക്ട്രിസിറ്റി ചാർജ് വർധനവും ഇലക്ട്രിസിറ്റി അവതാളവുമാണ് ഡൽഹിനെ റിസൾട്ട് ഇത്രയേറെ പരിസ്ഥിതി മോശമാക്കി കാണിച്ചു കൊടുത്ത് ഭരിച്ചിരുന്ന പാർട്ടിക്ക് തിരിച്ചടി കിട്ടിയത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഒരു പ്രധാന ഘടകം തന്നെയാണ്. ആ പ്രാധാന്യം എപ്പോഴും മനസ്സിലാക്കി ഭരണാധികാരികൾ പോകേണ്ടതുണ്ട്. അമിതമായ ചാർജ് കൂട്ടാൻ പാടില്ല. ആവശ്യത്തിന് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉള്ള കാലത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് പൈസ കൊടുത്ത് പഠിച്ചിട്ട് വരുമ്പം അവർക്ക് ആവശ്യമായ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ അവർക്ക് അതിനനുകൂലമായ ചാർജിലുള്ള വൈദ്യുതി വിതരണം നടത്തണം, ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദനം നടത്തണം. പക്ഷേ അതൊന്നും നടത്താൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം രൂക്ഷമാകുമെന്നുള്ളത് കാലം നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ 11 kV സബ്സ്റ്റേഷനിൽ സർക്യൂട്ട് ബ്രേക്കർ വഴി പോന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വഴിക്ക് ട്രാൻസ്ഫോമറുകൾ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അത് നേരെ 230 വോൾട്ട് 415 വോൾട്ടായിട്ട് വീടുകളിലേക്കുള്ള വിതരണം നടത്തുന്ന ലൈനിന് ഇതിനാണ് വിതരണ മേഖല അഥവാ ഡിസ്ട്രിബ്യൂഷൻ മേഖല എന്ന് പറയുന്നത്. ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇൻസുലേറ്റർ ചിലപ്പോൾ കേടാകാം, അതല്ലെങ്കിൽ അവിടെ ലൈൻ വീഴാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സബ്സ്റ്റേഷനിലെ 11 kV ബ്രേക്കർ ഓഫ് ആകുകയും സപ്ലൈ പോവുകയും ചെയ്യും. അവിടെ നിന്ന് അവർ 2-3 പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചാർജ് ചെയ്യും. ഒരു ഫീഡർ വടക്കാഞ്ചേരി ഫീഡറോ ചേലക്കര ഫീഡറോ അതുപോലെ തന്നെ ചെറുതുരുത്തി ഫീഡർ എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഫീഡറുകളിൽ 10, 20, 30 കിലോമീറ്റർ ദൂരത്തിലാണ് വൈദ്യുതി സഞ്ചരിക്കുന്നത്. അതെല്ലാം പാസ് ചെയ്യുന്ന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വൃക്ഷലതാദികൾ കടന്നു പോകുന്ന സ്ഥലത്തുകൂടിയാണ്. അവിടെ എന്തെങ്കിലും ട്രബിൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇൻട്രപ്ഷൻ ഉണ്ടാകും.
അത് ഇൻട്രപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സബ്സ്റ്റേഷനിലിരിക്കുന്നവർക്ക് എവിടെയാണ് തകരാറ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അത് അറിയണമെങ്കിൽ ഒന്ന് നാട്ടുകാരുടെ സഹായം വേണം. ലൈനിൽ മരമോ ഇൻസുലേറ്ററോ തകരാറ് സംഭവിക്കുമ്പോൾ വലിയ സൗണ്ട് ഉണ്ടാകും. ആ സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് നാട്ടുകാർ ഈ സബ്സ്റ്റേഷനിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ എളുപ്പം പെട്ടെന്ന് വന്ന് ഫോൾട്ട് കണ്ടുപിടിക്കാം. സബ്സ്റ്റേഷനിൽ ചാർജ് ചെയ്ത് ലൈൻ നിന്നില്ലെങ്കിൽ ഫീഡർ ഫോൾട്ടിയാണെന്ന് ഡിക്ലെയർ ചെയ്യും. ഡിക്ലെയർ ചെയ്ത ഫീഡർ ഫോൾട്ടി ആയി കഴിഞ്ഞാൽ പിന്നീട് സെക്ഷൻ ഓഫീസിൽ നിന്നുള്ള ആളുകൾ വന്ന് കറണ്ട് ചാർജ് അടയ്ക്കുന്ന സൈഡിലുള്ള സെക്ഷനിലെ ലൈൻമാന്മാർ സബ് എഞ്ചിനീയർമാരും ഒക്കെ ഇൻസ്പെക്ട് ചെയ്ത് ലൈനിലെ ഫോൾട്ട് റെക്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ലൈൻ ചാർജ് ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിന് റേഡിയൽ സംവിധാനം എന്ന് പറയും. ഇവിടെ ഈ ഫീഡറിൽ എവിടെ തകരാറ് സംഭവിച്ചാലും മൊത്തമായി സപ്ലൈ പോകും. ഇപ്പോൾ പുതിയതായിട്ട് മെട്രോ സിറ്റികളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫോൾട്ടുള്ള ഭാഗത്ത് മാത്രം ഫോൾട്ട് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പുതിയ സംവിധാനം ആക്കിയിട്ടുണ്ട്. അത് RMEL റിംഗ് മെയിൻ യൂണിറ്റ് എന്ന് പറയും. ആ സംവിധാനത്തിൽ ഉള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് റേഡിയൽ സിസ്റ്റമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് റിംഗ് മെയിൻ യൂണിറ്റാണ്. റിംഗ് മെയിൻ യൂണിറ്റിൽ കൺട്രോൾ റൂമിൽ തന്നെ ഫീഡറുകൾ ലൈവായിട്ട് നിൽക്കുന്നത്, പച്ച ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നത് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ എന്തെങ്കിലും ലൈനിൽ ട്രബിൾ വന്നു, ഒരു ലൈൻ തമ്മിൽ കൂട്ടിമുട്ടി എന്ന് കാണുക. അങ്ങനെയാണെങ്കിൽ അവിടെ കൺട്രോൾ റൂമിലും ആ ഭാഗത്തുള്ള ലൈറ്റ് മാത്രം പോകും. അപ്പോൾ കൺട്രോൾ റൂമിൽ അറിയാൻ പറ്റും എവിടെയാണ് തകരാറ് സംഭവിച്ചതെന്ന്. ഇച്ചിരി സമയം അപ്പോൾ ഈ ലൈൻ ട്രിപ്പായപ്പോൾ ആ ഭാഗത്തെ ലൈറ്റ് മുഴുവൻ പോയി. കൺട്രോൾ റൂമിൽ അറിയാം റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. അവരത് റീസെറ്റ് ചെയ്ത് ഫോൾട്ട് ഇന്നതാണെന്ന് വെച്ച് കണ്ടുപിടിക്കും. തന്നെയല്ല ആ ഫോൾട്ടുള്ള ഭാഗത്ത് മാത്രം മാറിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് സപ്ലൈ എത്തിച്ചേരും. ഇങ്ങനെയുള്ളിടത്ത് കേബിൾ സിസ്റ്റം വേണ്ടി വരും. കോസ്റ്റ്ലി ആയിരിക്കും. ഈ റേഡിയോ സിസ്റ്റത്തിനേക്കാളും ഒരു 20 ഇരട്ടിയിൽ കൂടുതൽ ചിലവാകും ഇത്തരം റിംഗ് മെയിൻ യൂണിറ്റ് കൂടി സപ്ലൈ കൊടുക്കുന്നത്. പക്ഷേ ഇൻട്രപ്ഷൻ കുറഞ്ഞിരിക്കും. ആധുനിക കാലഘട്ടത്തിൽ ഇനി ആ മേഖലയിലേക്ക് പോകേണ്ടി വരും. പ്രധാനമായിട്ടും തിരക്കുള്ള പട്ടണങ്ങളിലും എല്ലാം ആ സിസ്റ്റം വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തത് നമ്മൾ വീണ്ടും റേഡിയോ സിസ്റ്റത്തിലുള്ള ഒരു ട്രിപ്പിംഗ് മോഡൽ പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ലൈൻ ചാർജ് ചെയ്ത് നിൽക്കുകയാണ്. ട്രാൻസ്ഫോമറിൽ സപ്ലൈ ഉണ്ട്. എല്ലാ ലൈറ്റുകളും കത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ലൈനിലേക്ക് ഒരു തെങ്ങ് വന്ന് വീഴുന്നതാണ് കാണുന്നത്. ലൈൻ മുഴുവൻ പോയി. ആ ലൈൻ മുഴുവൻ പോയി കഴിഞ്ഞപ്പോൾ കൺട്രോൾ റൂമിലുള്ളവർ അതിൻ്റെ അലാം അക്സെപ്റ്റ് ചെയ്തു. അവർ പിന്നെയും ചാർജ് ചെയ്ത് നോക്കി. പക്ഷേ ലൈൻ പോയി കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അലാം അക്സെപ്റ്റ് ചെയ്തു. അലാം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സെക്ഷൻ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അവിടുന്ന് ലൈൻമാന്മാരും സബ് എഞ്ചിനീയർമാരും ഒക്കെ വന്ന് ആ ഫോൾട്ട് കണ്ടുപിടിച്ച് എടുത്തു മാറ്റുന്നു. ലൈൻ അവർ ചാർജ് ചെയ്യുന്നു. ലൈൻ ചാർജ് ചെയ്തു. ഫോൾട്ട് ഇല്ലാതെ ലൈൻ നിലനിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ സാധാരണക്കാർ വിചാരിച്ചിരിക്കുന്ന ഈ 3 പ്രാവശ്യം ഡിസ്ചാർജ് വരുന്നത് കണ്ടാൽ ആ ലൈൻ അവരിടയ്ക്ക് 3 പ്രാവശ്യം മിന്നിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങുകയാണെന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. ലൈനിലുണ്ടാകുന്ന തകരാറിലാണ് ട്രിപ്പാകുന്നത്. ഈ തകരാറ് നീക്കാൻ നാട്ടുകാരുടെ സഹകരണമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നാട്ടുകാർ ഈ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് കേട്ടെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് ആ സ്ഥലത്ത് എത്താനും ഈ ഫോൾട്ട് റെക്ടിഫൈ ചെയ്യാൻ മാറ്റാനും കഴിയും. നമ്മളിനി ഏറ്റവും പ്രധാനമായിട്ട് ഈ എക്സിബിഷൻ്റെ പ്രധാനപ്പെട്ട ആകർഷണീയമായ മേഖലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സുരക്ഷയുടെ കാര്യത്തിലാണ്. എല്ലാ ഇലക്ട്രിസിറ്റിക്ക് കളറില്ല, അതുപോലെ തന്നെ സൗണ്ടില്ല. അതുകൊണ്ട് ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ അവിടെ കറണ്ട് പോകുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെ ഒരു 11 kV ലൈനും അതിൻ്റെ താഴെ LT ലൈനും പോകുന്ന ഒരു സിസ്റ്റത്തിലാണ്. നമ്മുടെ നാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ 1 ഇഞ്ച് സ്ഥലം പോലും വിടാതെ കെട്ടിടം പണിയും. കെട്ടിടം പണിയുന്ന സമയത്ത് ഒരുപക്ഷെ സൂപ്പർവൈസറും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പണിത് ഷോക്ക് ഏൽക്കാതെ പണിതെന്ന് വരും. പക്ഷേ പിന്നീട് ആ ക്ലിയറൻസ് വേണ്ട വിധത്തിൽ ഇല്ലാത്ത സ്ഥലത്ത് പെയിൻറ്റിങ് നടത്തുന്ന പെയിൻറ്റർ പെയിൻറ്റ് ചെയ്യുമ്പം വേറെ ആരും കാണിയല്ല. അയാളുടെ ഏണി വെച്ച് ചേരുമ്പോഴോ അയാളുടെ കൈ എടുക്കുമ്പോഴോ ഷോക്ക് ഏൽക്കും. അതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. വേണ്ടത്ര ക്ലിയറൻസ് ഇല്ലാതെ ലൈനിലിൻ്റെ അടുത്ത് കെട്ടിടം പണിതാൽ എപ്പോഴെങ്കിലും അപകടം സംഭവിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ 4 അടി അകലം ലൈനിൽ നിന്ന് മാറ്റിയിട്ട് ബിൽഡിങ് പണിയാവുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുള്ളത്, നിരവധി അപകടങ്ങൾ ഇരുമ്പ് തോട്ടി ഉപയോഗിച്ചുണ്ടായിരിക്കുകയാണ്. നമ്മുടെ TV-യുടെ പണ്ടത്തെ ആൻറ്റിന പൈപ്പെല്ലാം എല്ലാ വീട്ടിലും ഉണ്ട്. നമ്മുടെ വീട്ടമ്മമാരൊക്കെ അതിലൊരു അരിവാൾ പിടിപ്പിച്ച് ചക്ക,
മാങ്ങ, തേങ്ങ ഒക്കെ പറിക്കാൻ ഉപയോഗിക്കും. ലൈനിൻ്റെ അടുത്താകുമ്പോൾ മിക്കവാറുമായി ഇരുമ്പ് തോട്ടി ഒലയും, അവരെ കൺട്രോൾ വിടും, ലൈനിൽ മുട്ടും. ഒട്ടേറെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഒരുപാട് ഇരുമ്പ് തോട്ടി അപകടങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇലക്ട്രിസിറ്റി ലൈൻ ഉള്ളതിൻ്റെ ഭാഗത്ത് ഇരുമ്പ് തോട്ടി ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ ടച്ചിങ്സ് എടുക്കാൻ വരുമ്പം ക്ലിയറൻസ് പാലിച്ച് ടച്ചിങ്സ് എടുക്കേണ്ടത് അനുവദിക്കണം, പ്രോത്സാഹിപ്പിക്കണം, അതിന് തടസ്സം പറയരുത്. മറ്റൊന്നുള്ളത്, വീട് വയർ ചെയ്യുമ്പോൾ മോഡേൺ യുഗത്തിൽ കട്ടിലിൻ്റെ അടിയിലും അതുപോലെ തന്നെ വളരെ താഴത്തെ തറനിരപ്പിലും ഒക്കെ വെച്ച് സ്വിച്ച് ബോർഡുകൾ വെക്കും. കുട്ടികൾ നമ്മുടെ ശ്രദ്ധ തെറ്റി കളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കമ്പി ആണിയൊക്കെ കുത്തിക്കയറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലഗ് സോക്കറ്റ് പ്ലഗ് അടച്ചു വെക്കുന്ന സംവിധാനം വേണം. പ്ലഗ് ഒരു നിശ്ചിത ഉയരത്തിൽ വേണം ചെയ്യാൻ. അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ അടുത്ത കാലത്തും ആന ഉപയോഗിച്ച് തിടമ്പെഴുന്നള്ളിക്കുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലായി. ആനപ്പുറത്തിരുന്ന് ഹൈറ്റ് പോരാതെ വന്നപ്പം ഉയർത്തുകയും ഷോക്കേറ്റ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത നാട്ടുകളിലെല്ലാം സംഭവിച്ചിട്ടുണ്ട്. വനപ്രദേശങ്ങളിലാണ് ലൈൻ പോകുന്നിടത്ത് കുന്നിൽ നിന്ന് താഴോട്ട് ആന ഇറങ്ങുന്ന സമയത്ത് ക്ലിയറൻസ് ഇല്ലെങ്കിൽ കമ്പി പിടിച്ച് വലിച്ച ആനയ്ക്ക് ഷോക്ക് അടിക്കും. ആന ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗമാണെങ്കിലും ആനയ്ക്കും ഷോക്ക് അടിക്കും. അതുകൊണ്ട് വൈദ്യുതിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടവനെ തട്ടും എന്നുള്ള പ്രധാന പോളിസിയാണുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്തത്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ലൈൻമാൻ ഫ്യൂസൊക്കെ ഊരി പണിക്ക് കയറി. ഇയാൾക്ക് ഈ വീട്ടിലേക്ക് സപ്ലൈ കൊടുത്തിരിക്കുന്ന സർവീസ് വയർ ഇതാണ്. അപ്പോൾ ലൈൻ ഊരിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ലാതെ വന്നപ്പം വീട്ടുകാരൻ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നേരെ പ്ലഗിലേക്ക് കുത്തിയപ്പോൾ ആ കറണ്ട് തിരിച്ച് സർവീസ് വയർ വഴി ലൈനിലേക്ക് വന്നു. ലൈനിൽ പണിയെടുക്കുന്ന ലൈൻമാന്മാർ, ജീവനക്കാർ ഷോക്കേറ്റ് മരിച്ചിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചിട്ട് മാത്രമേ ജനറേറ്റർ ഉപയോഗിക്കാവുള്ളൂ എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഈ മോഡലിലുള്ളത്. അപ്പോൾ സുരക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുമ്പ് തോട്ടി ഉപയോഗിക്കാൻ പാടില്ല. ELCB ഉപയോഗിച്ച് വേണം വർക്ക് ചെയ്യാൻ. കെട്ടിടങ്ങൾ ലൈനുമായിട്ട് ക്ലിയറൻസ് പാലിക്കണം. ലൈനിൽ ടച്ചിങ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നിർബന്ധിക്കണം. വയറിങ് ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം. അതുപോലെ സ്റ്റാൻഡേർഡ് വയറിങ് ആയിരിക്കണം, നല്ല എർത്തിങ് ആയിരിക്കണം, ക്വാളിറ്റിയുള്ള വയർ വെച്ച് ഉപയോഗിക്കാവുള്ളൂ. മരക്കമ്പുകളൊക്കെ പൊട്ടി ലൈൻ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഉടനടി അത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ അറിയിക്കണം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപകടമില്ലാതെ ഫ്യൂസ് ഊരാമെങ്കിൽ ഊരി മാറ്റിയിട്ട് ആരെയും അതുവഴി വരുത്താതെ നോക്കണം. പോസ്റ്റിൻ്റെ ചുവട്ടിൽ കന്നുകാലികളെ കെട്ടരുത്. പോസ്റ്റും ലൈനും വീടുമായിട്ട് ബന്ധിച്ച് അയ കെട്ടി തുണി വിരിക്കരുത്. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് വേണം പോകണം. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി അപകടങ്ങൾ ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, നമ്മൾ സാധാരണ വീടുകളിലെ മീറ്ററൊക്കെ കറണ്ടൊക്കെ നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതൽ കറണ്ട് ഉള്ളിടത്തൊക്കെ നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളിടത്ത് CT കണക്ട് ചെയ്തിട്ടുള്ള മീറ്റർ കണക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ CT പോയിന്റിലുള്ള കണക്ഷൻ കൂടുതലും എഞ്ചിനീയറിംഗ് കോളേജും പോളിടെക്നിക്കിലെയും ITIലെയും കുട്ടികൾക്ക് ഈ CT കണക്ഷൻ എന്താണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം വെച്ചൊരു മോഡലാണ്. അങ്ങനെ CTയിൽ നിന്നുള്ള ടെർമിനലുകളും ആ ഓരോ ഫേസ് ലൈനും അതിൻ്റെ ബന്ധപ്പെട്ട CTയിലെ വയറും കണക്ട് ചെയ്തിരിക്കുന്ന രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. R ഫേസിൽ നിന്നുള്ള ഫേസ് എടുത്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ R ഫേസിലെ CTയിൽ നിന്നുള്ള S1 S2 ടെർമിനൽ, Y ഫേസിലെ ഫേസ് ലൈൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ S1 S2 ടെർമിനൽ രണ്ടാമത്തെ ഭാഗത്ത് കൊടുത്തു. മൂന്നാമത് B ഫേസിലെ ഫേസ് വോൾട്ടേജ് കൊടുത്തു. അതിൻ്റെ CTയിൽ നിന്നുള്ള S1 S2 ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ മീറ്ററുകളിലെല്ലാം ന്യൂട്രൽ CTയും കൂടെ ഉണ്ട്. ന്യൂട്രൽ CTയും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യണം. ഇങ്ങനെ വരുന്ന മീറ്റർ റീഡിങ്ങിന് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് റീഡിങ് കിട്ടുന്നത്. ഇവിടെ 100/5 100/5 CT ആണ്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 20 ആണ്. ഇവിടെ കിട്ടുന്ന റീഡിങ്ങിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റീഡിങ് എടുക്കണം. അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു മോഡൽ വെച്ചിരിക്കുന്നത് ഊർജ്ജ സംരക്ഷണത്തിന് കൂടെ ലക്ഷ്യമിട്ടാണ്. സാധാരണ മോട്ടോർ ഉപയോഗിക്കുമ്പോൾ വേണ്ടത്ര കപ്പാസിറ്റർ ഉപയോഗിക്കാറില്ല. കപ്പാസിറ്റർ ഉപയോഗിക്കാതെ മോട്ടോർ വർക്ക് ചെയ്താൽ കൂടുതൽ കൺസംഷൻ ഉണ്ടാകും, കൂടുതൽ കറണ്ട് എടുക്കും. അത് കപ്പാസിറ്റർ വെച്ച് മോട്ടോർ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ഗണ്യമായ രീതിയിൽ കുറയും. ഇതുമൂലം കൺസ്യൂമർക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും ലാഭമുണ്ട്. മറ്റൊരു മോഡൽ നമ്മുടെ
തൃശ്ശൂർ ജില്ലയിലെ തന്നെ പൊരിങ്ങൽക്കുത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിൻ്റെ ഒരു മോഡൽ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ഇത് ഈ പവർ ഹൗസിനുള്ളിലുള്ള ജനറേറ്ററിൻ്റെ ഒരു സാമ്പിള് ആളുകൾക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഡാമിൽ നിന്ന് വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വരുന്നുണ്ട്. അവിടെ 2 പവർ ഹൗസ് അവിടെയുണ്ട്, ലെഫ്റ്റ് ബാങ്കും റൈറ്റ് ബാങ്കും. അതുകൊണ്ട് 2 സൈഡിലേക്കും വരുന്നതിന് 2 സർജ് ടാങ്കുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ഇൻടേക്ക് വാൽവ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് വാൽവ് ഹൗസിൽ കൂടെ വന്ന് ഇവിടുത്തെ പവർ ഹൗസിലെത്തുന്നു. അവിടെ വെച്ച് മെഷീനിൽ വെള്ളം കറക്കി വെള്ളമടിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ജനറേറ്റർ ശരിക്കും ഇതിൽ ഒരു മോഡൽ എന്ന രീതിയിൽ കാണുവാൻ വേണ്ടിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ ഊന്നൽ നൽകുന്ന എർത്തിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഇന്ന് എർത്തിങ് സാധാരണ വീടുകളിൽ ചെയ്യുന്ന വയർമാന്മാരെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ കാണിക്കാൻ വേണ്ടി ഉള്ളിത്തൊലി പോലെയുള്ള പൈപ്പിട്ട് ഒരു വളരെ കുറഞ്ഞ ലെങ്തിലാണ് ഇടുന്നത്. ഏതായാലും ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും വലിയ രക്ഷകൻ എർത്ത് തന്നെയാണ്. അതുകൊണ്ട് എർത്തിന് പ്രാധാന്യം കൊടുക്കണം. 2.5 മീറ്റർ നീളമുള്ള 1.5 ഇഞ്ച് വണ്ണമുള്ള GI പൈപ്പാണ് ഉപയോഗിക്കേണ്ടത്. മണൽ, ഉപ്പ് എന്നിവയുടെ മിശ്രിതം ഇടയ്ക്കിടണം, ഇടയ്ക്ക് കരി ഇടണം. അപ്പം മണലും ഉപ്പും മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതം, അതുപോലെ കരി, അത് കഴിഞ്ഞ് വീണ്ടും മണലും ഉപ്പും, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ത്രൂ ഔട്ട് ലെങ്തിൽ, അതായത് 1 അടി കുഴി എങ്കിലും അപ്പുറയും ഇപ്പോഴേ 2 സൈഡിലും ഉണ്ടാകണം. അതിൻ്റെ സെൻറ്ററിൽ കൂടെ പൈപ്പ് പോകുന്നു. 15 സെൻറ്റിമീറ്റർ ഇപ്പുറത്തെ മണലും ഉപ്പും കരിയും മിശ്രിതം മാറി മാറി ഇടണം. അങ്ങനെ മുകളിലൊരു കോൺക്രീറ്റ് ചെയ്ത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാവുന്ന സംവിധാനം വേണം. അതുകൊണ്ട് വീടുകളിൽ എർത്തിങ്ങിലായാലും ഇൻഡസ്ട്രിയുടെ എർത്തിങ്ങിലായാലും എർത്ത് വളരെ പക്കയായിരിക്കണം. അങ്ങനെ എർത്ത് പക്കയാണെങ്കിൽ ELCB വെച്ചാൽ ഗുണമുണ്ടാകുള്ളൂ. നല്ല എർത്താണെങ്കിൽ ട്രിപ്പിങ്ങും സംഭവിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നിരവധി ഷോക്ക് വീടുകളിൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ELCB സ്ഥാപിക്കണമെന്നുള്ള ബോർഡാണ്. ELCB ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ എർത്തും നന്നായിരിക്കണം. ഏതെങ്കിലും